ഇപ്പോൾ പ്രിവ്യൂവിൽ കണ്ടത് കൂട്ടത്തെ വീഡിയോ ഈസി ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് CapCut എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഫസ്റ്റ് VPN കണക്ട് ചെയ്തതിന് ശേഷം CapCut ഓപ്പൺ ചെയ്യുക. ശേഷം നമുക്ക് വേണ്ട ക്ലിപ്സ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട വീഡിയോസ് എല്ലാം ഒരു 4:3 റേഷ്യോയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഓഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഓഡിയോ അതിനകത്തു നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോയ്ക്കകത്ത് ബീറ്റ് മാർക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്നെങ്കിൽ അത് മാനുവലായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സിമ്പിൾ ടെക്നിക്ക് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഓവർലേ ആക്കിയിട്ട് നമുക്ക് ആ ഒരു വീഡിയോയുടെ ബീറ്റ് മാർക്കിനനുസരിച്ച് ബീറ്റ് മാർക്ക് നമുക്കാണെങ്കിൽ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഓവർലേ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റിവ്യൂവിൽ കണ്ട വീഡിയോ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കി ഏതെങ്കിലും ഒരു പോർഷനിലോട്ട് സെറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ബീറ്റ് മാർക്ക് സെറ്റ് ചെയ്യണം. പ്രിവ്യൂവിൽ കണ്ട വീഡിയോയുടെ ബീറ്റിനനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് ബീറ്റ് മാർക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഒരു പകുതി പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് വീഡിയോ അതുപോലെ അവിടെ നിർത്തിയിട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്ലിപ്സ് എല്ലാം നമ്മൾ ഓവർലേ ആയിട്ട് സെറ്റ് ചെയ്യണം. അത് ആ ഒരു ബീറ്റ് മാർക്കിനനുസരിച്ച് വേണം നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്യാൻ. ഓവർലേ ആക്കിയ ക്ലിപ്പ് കറക്റ്റ് ആ ഒരു ബീറ്റ് മാർക്കിൻ്റെ അവിടെ ഡ്രാഗ് ചെയ്ത് നമ്മളൊരു ഫുൾ പോർഷൻ സെറ്റ് ചെയ്യണം. ഇതുപോലെ 4 ക്ലിപ്സ് നമ്മൾ ബീറ്റ് മാർക്കിനനുസരിച്ച് കട്ട് ചെയ്ത് ആഡ് ചെയ്യണം. വീഡിയോ എല്ലാം ബീറ്റ് മാർക്കിനനുസരിച്ച് കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ മിറർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് റൊട്ടേഷൻ 90 ഡിഗ്രി നമ്മൾ സെറ്റ് ചെയ്യണം. റൊട്ടേഷൻ 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രിവ്യൂവിൽ കണ്ട കൂട്ട് വീഡിയോ ആണെങ്കിൽ ഒരു പോർഷന് ഫസ്റ്റ് ഒരു ക്ലിപ്പ് വന്ന്, സെക്കൻഡ് ഒരു ക്ലിപ്പ്, തേർഡ് ക്ലിപ്പ്, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ ക്ലിപ്സ് ആ ഒരു ബീറ്റിനനുസരിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളും ആ ഒരു വീഡിയോ മിററിൻ്റെ ആ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒരു ഫസ്റ്റ് ഒരു പോർഷൻ, സെക്കൻഡ് ഒരു പോർഷൻ, തേർഡ് ഒരു പോർഷൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഓവർലേ ആക്കിയിട്ടുള്ള എല്ലാ ക്ലിപ്സും അതിൻ്റെ ആ ഒരു ബീറ്റ് മാർക്കിൻ്റെ ആ ഒരു പോർഷനിൽ വന്ന് ഫസ്റ്റ് ഒരു ക്ലിപ്പിൻ്റെ ആ ഒരു ബീറ്റ് മാർക്കിൻ്റെ പോർഷനിൽ ആ ഒരു വീഡിയോ ആഡ് ചെയ്ത്, സെക്കൻഡ് ക്ലിപ്പിൻ്റെ ആ ഒരു പോർഷനിൽ ആ നെക്സ്റ്റ് വീഡിയോ ആഡ് ചെയ്ത്, അങ്ങനെ ഓരോരോ ക്ലിപ്പിനും അതിൻ്റേതായ ആ ഒരു ബീറ്റ് മാർക്കിനനുസരിച്ചുള്ള പോർഷനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെർട്ടിക്കൽ ഫോർമാറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതേ വെർട്ടിക്കൽ ഫോർമാറ്റിൽ നമ്മൾ തേർഡ് ക്ലിപ്പും സെറ്റ് ചെയ്തതിന് ശേഷം ഫോർത്ത് ക്ലിപ്പ് നമ്മൾ മാസ്ക് ഓപ്ഷൻ എടുത്തിട്ട് നേരത്തെ നമ്മൾ മിറർ ഓപ്ഷൻ സെലക്ട് ചെയ്തില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മളത് ഡ്രാഗ് ചെയ്ത് ഈ എല്ലാ പോർഷൻ്റെയും ഏറ്റവും ടോപ്പിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഫോർത്ത് ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോൾ ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. ലെയർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഫോർത്ത് ക്ലിപ്പ് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് പോർഷൻ ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ സെക്കൻഡ് വീഡിയോയിലോട്ടും ആ ഒരു പോർഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിൽ മാസ്കിൻ്റെ ഓപ്ഷൻ നമ്മൾ റെക്റ്റാങ്കിളോ സ്ക്വയർ ഏത് ഷേപ്പ് ആണെങ്കിലും അതിനകത്തുള്ള ഷേപ്പ് നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കറക്റ്റ് ഇതേ നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്ത ആ ഒരു ബീറ്റിനനുസരിച്ച് വീഡിയോ ഡ്രാഗ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും വീഡിയോയുടെ ഔട്ട്കം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റ് ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ അപ്പോൾ ക്ലിയർ ചെയ്ത് വിടുന്നതാണ്. ഇനിയും പുതിയ എഡിറ്റിംഗ് കണ്ടൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കും. താങ്ക് യു ആൾ.